ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മടുപ്പുകൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏത് നിർണായക ഘട്ടത്തിലും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ പോകുന്നതിന് മുമ്പും അതിനുശേഷവും കർത്താവ് പ്രാർത്ഥിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പോകുന്നേരം അതിന് മുമ്പും അതിനുശേഷവും പ്രാർത്ഥിച്ചു. ലാസറിനെ ഉയർപ്പിക്കാൻ പോവുകയാണ്, അപ്പോഴും കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതവസരത്തിലും കർത്താവ് പ്രാർത്ഥിച്ചു. ഇതവിടെ സഹനങ്ങളുടെ മധ്യത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഗെത്സമനയിൽ പിതാവിനുള്ള ബന്ധത്തിൽ ആ പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. നാളെ കുരിശെടുക്കേണ്ട ദിനമാണ്, അടുത്ത വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച തലേന്നാണ് കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നത്. വലിയ മരക്കുരിശുമായിട്ട് കാൽവറിയിലേക്ക് ഒരു നീണ്ട യാത്രയുണ്ട്. അത് കഴിഞ്ഞ് ശിഷ്യന്മാരെ അനാഥരായി വിടണം, തൻ്റെ സ്വന്തം അമ്മയെ അനാഥയായി വിടണം. ഇങ്ങനെയൊക്കെയുള്ള സഹനങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് പിതാവിനുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാണവേദനയിലായി വിയർപ്പ് താഴെ വീഴുന്ന രക്തത്തുള്ളി പോലെയായി. അത്രമാത്രം കഠിനമായ പ്രാർത്ഥനയാണ്. ഇത് കഴിഞ്ഞിട്ട് കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവിടെ എന്നാൽ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നടക്കണമെന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചു കഴിയുമ്പോൾ ആശ്വാസം കണ്ടെത്തി പോകുന്ന കർത്താവിനെയാണ് കാണുന്നത്. അവിടെ കുരിശ് മാറിപ്പോകുന്നില്ല, പക്ഷെങ്കിൽ അതെടുക്കുവാനുള്ള ശക്തി പിതാവാൻ ദൈവം ഒരു ദൂതനെ അയച്ച് യേശുമ്പുരാന് കൊടുക്കുകയാണ്. അതേപോലെ നമ്മുടെ സഹനങ്ങളുടെ മധ്യത്തിലും, അത് നമ്മുടെ പ്രയാസങ്ങളാകാം, കഷ്ടപ്പാടുകളാകാം, രോഗമാകാം, ദുരിതമാകാം, കടബാധ്യതയാകാം, എന്തുമായിക്കോട്ടെ, മരണത്തെ മുഖാമുഖം കാണുമ്പോഴും നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയണം. നമ്മുടെ യേശുമ്പുരാൻ ഗെത്സമനയിൽ പിതാവിനുള്ള ബന്ധത്തിലായിരുന്ന പോലെ ആ ഗെത്സമനയുടെ അനുഭവത്തിൽ ആകണം, പ്രാർത്ഥനയിലാകണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കഷ്ടപ്പാടിലും പ്രയാസങ്ങളൊന്നും മാറിപ്പോകണമെന്നില്ല. എന്നാൽ അതിനെ അഭിമുഖീകരിക്കുവാൻ, അതിനെ നേരിടുവാനുള്ള ശക്തി നമുക്ക് ദൈവം തരും. അതാണ് യേശുമ്പുരാൻ നമ്മെ കാണിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ആണ് നമ്മുടെ മാതൃക. ആ കർത്താവിൻ്റെ പാദം വിടാം. കഷ്ടപ്പാടിലും പ്രയാസങ്ങളും രോഗങ്ങളും ദുരിതവും ഒക്കെ വരുമ്പോൾ ആ പ്രതിസന്ധിയിലും ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.